എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെ തന്നെയാണ്. അപ്പോൾ ഹാപ്പി ഓണം. അരളിപ്പൂവ് അങ്ങനത്തെയൊക്കെ റോസാപ്പൂ അതൊക്കെ കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മുടെ ഈ പ്ലാസ്റ്റിക് ഐറ്റംസിലാണ് കൂടുതൽ മൂവിങ്. ഓരോന്നിനും ഓരോ വിലയാണ്. ഒരു 300-നകത്തേ ഉള്ളൂ എല്ലാത്തിൻ്റെ വില. ഈ മഞ്ഞ ഇതൊക്കെ വരുമ്പോൾ 100 രൂപ. സാധാരണ രീതിയിൽക്കാളും പൂക്കൾക്കൊക്കെ വില കുറവാണ്. വലിയ രീതിയിലുള്ള വിലക്കയറ്റമൊന്നും ഇല്ല എന്നാണ്. റേറ്റ് വരുന്നത് 50 രൂപ വരുന്നു. 50 മുതൽ വരുന്നുണ്ട്. ഓണമിങ് എത്താറായി. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഓണത്തിന്. എല്ലാ മലയാളികളും ഓണത്തിൻ്റെ വൈബിലേക്ക് എത്തിയിട്ടുണ്ട്. പൂവിപണിയും അതുപോലെ തന്നെ ഇപ്പോൾ സജീവമായിട്ടുമുണ്ട്. നമുക്ക് എങ്ങനെയുണ്ട് കച്ചവടം എന്നൊക്കെ ഇവിടുത്തെ ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. കച്ചവടമൊക്കെ ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഓണ സമയമാകുമ്പോൾ കച്ചവടം സാധാ ഉള്ളതിനെക്കാട്ടി കൂടുതലാണ്. പിന്നെ പൂക്കളെല്ലാം വില കുറവ് തന്നെ. ഇപ്പം റേറ്റ് വരുന്നത് ഓരോന്നിനും ഓരോ വിലയാണ്. ഒരു 300-നകത്തേ ഉള്ളൂ എല്ലാത്തിൻ്റെ വില. ഈ മഞ്ഞ ഇതൊക്കെ വരുമ്പോൾ 100 രൂപ. അതൊക്കെ ആകുമ്പോൾ 100 രൂപ ഉള്ളൂ വില. ബാക്കിയെല്ലാം 200-250 ആ റേറ്റാണുള്ളത്. മിക്സ്ഡ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ വിലക്കുറവ്? വിലക്കുറവായിട്ട് കൊടുക്കും. ഇപ്പം 300, 200, 500 ആള് കൊടുക്കും. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും. അവർ എങ്ങനെയാണ് റേറ്റ് കേൾക്കണത് അതേപോലെ കൊടുക്കാറുണ്ട്. അവർക്ക് ഏതൊക്കെ പൂവാണോ നമ്മളെ കടയിൽ അങ്ങനെയൊന്നുമില്ല. അവർ ഏത് പൂവാണെന്ന് പറഞ്ഞാൽ അതെല്ലാം കൊടുക്കാറുണ്ട്. തിരക്കൊക്കെ എങ്ങനെയുണ്ട്? തിരക്കിപ്പോൾ സാധാ ഉള്ളതിനെക്കാട്ടി നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഈ സമയത്താണ് തിരക്ക് കൂടുതലായിട്ട് വരുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് എല്ലാവരും പറഞ്ഞത്. തിരക്കുള്ളത് ഉച്ചയ്ക്ക് ശേഷമാണ്. രാവിലെ തന്നെക്കാട്ടി ഉച്ച മുതൽ രാത്രി വരെയുള്ള സമയങ്ങളിലാണ് ഇപ്പോൾ തിരക്ക് കൂടുതൽ. അങ്ങനെയാണ് തിരക്ക് പറഞ്ഞത്. പൂവൊക്കെ എവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്? ഈ പൂവെല്ലാം പറഞ്ഞത് തോവാളയിൽ നിന്നാണ്. ബാക്കി പിന്നെ തോവാളയിൽ നിന്ന് വരാറുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് വരാറുണ്ട്. 2 സ്ഥലത്തു നിന്ന് വരും. നമ്മളെ സാധാ ഇതേപോലത്തെ ബുക്ക് ചെയ്യണം അങ്ങനത്തെ ഉള്ളവരെല്ലാം പറഞ്ഞത് ബാംഗ്ലൂർ അവിടെ നിന്നാണ് പറഞ്ഞത്. ഇതേപോലത്തെ പൂവെല്ലാം പറഞ്ഞത് നമുക്ക് തോവാളയിൽ നിന്നാണ് പറഞ്ഞത്. അപ്പം പൂവിന് സാധാ ഉള്ളതിനെക്കാട്ടി റേറ്റ് കുറഞ്ഞാണ് പറഞ്ഞത്. ഇപ്പം ചേട്ടൻ്റെ വീട് എവിടെ? എൻ്റെ വീട് വെള്ളയാണി. വെള്ളയാണിയിൽ നിന്നാണ്. വെള്ളയാണിയിൽ നിന്ന് ഇവിടെ വരും അല്ലേ? ഇവിടെ തിരിച്ചൊക്കെ വീട്ടിലേക്കൊക്കെ എപ്പോഴാണ് പോകുന്നത്? രാത്രി ഒരു 10-11 മണിയാവും. നമ്മളിവിടെ തന്നെ ഫുൾ ടൈം ഇവിടെ തന്നെ കാണും. ഇവിടെ തന്നെ ഓണം കഴിയുന്നവരെ ഇവിടെ തന്നെ അല്ലെങ്കിൽ ഇവിടെ തന്നെ കാണും. നമ്മളിവിടെ തന്നെ കാണും. റെഡിമെയ്ഡ് പൂക്കളവും ഇപ്പോൾ വിപണിയിൽ സജീവമായിട്ടുണ്ട്. മലയാളികൾക്ക് തിരക്കിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ പൂക്കളം ഇടാനൊക്കെ പറ്റാതായിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ റെഡിമെയ്ഡ് പൂക്കളം വാങ്ങാൻ വേണ്ടി ഇവിടെ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് കച്ചവടം? പേര് GNG കളക്ഷൻസ് ചാലയാണ്. ഷോപ്പ് കച്ചവടമുണ്ട്. ഇപ്പം നമ്മുടെ മറ്റേ പൂവുണ്ടല്ലോ, മീൻസ് അരളിപ്പൂവ് അങ്ങനത്തെയൊക്കെ റോസാപ്പൂ അതൊക്കെ കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മുടെ ഈ പ്ലാസ്റ്റിക് ഐറ്റംസിലാണ് കൂടുതൽ മൂവിങ്. അത്യാവശ്യം ഈ കുന്നപ്പൂവ് ടൈപ്പ് എല്ലാം അത്തം ഉൾപ്പെടെ ഇൻക്ലൂഡിങ് അത്തം ഉൾപ്പെടെ നമുക്ക് പ്ലാസ്റ്റിക് ടൈപ്പിലാണ് പോകുന്നത്. ഏറ്റവും കൂടുതൽ അത്യാവശ്യം നല്ല ബിസിനസ് ഉണ്ട്. നമുക്ക് പെർ പീസിനൊക്കെ നമുക്ക് റേറ്റ് നമ്മുടെ ഹോൾസെയിലാണ്. റേറ്റ് കുറച്ചാണ് നമ്മളെല്ലാം കൊടുക്കുന്നത്. റേറ്റ് വരുന്നത് 50 രൂപ വരുന്നു. 50 മുതൽ വരുന്നുണ്ട്. ഒരു പാക്കേജിൽ 5 പീസ് വരുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഇത് കളർ മിക്സിംഗ് ജമന്തിയാണ് ഏറ്റവും കൂടുതൽ സെയിൽ നമുക്ക്. അതിൻ്റെ വന്നിട്ട് 40 രൂപ 50 രൂപ റേറ്റാണ് വരുന്നത്. അങ്ങനെ ബാക്കിയുള്ള എല്ലാ കുന്നപ്പൂവിൻ്റെ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഐറ്റം, പിന്നെ കുടകൾ ഐറ്റം, പിന്നെ ഡെക്കറേഷൻ്റെ എല്ലാം നമുക്ക് ഇഷ്ടമനുസരിച്ച് വാങ്ങാം. ഒത്തിരി കസ്റ്റമേഴ്സ് വരാറുണ്ട്. ഡിസൈൻ ചെയ്ത് കൊടുക്കും അങ്ങനെ അതുണ്ട്. ഡെക്കറേഷന് നമ്മൾ വേറെ സ്റ്റാഫുണ്ട്. നമ്മൾ ബ്യൂട്ടി പാർലർ അങ്ങനെയുള്ള സ്റ്റാഫ് അല്ല, നമ്മൾ വേറെ ഷോപ്പുണ്ട് നമുക്ക്. അവിടെ നിന്ന് തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്ത്, മെറ്റീരിയൽ നമ്മളുടെ തന്നെയാണ്. എല്ലാം കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ വർഷവും ഉണ്ട്. സീസണിൽ നല്ല ബിസിനസ്സാണ്. അത്യാവശ്യം നല്ല ബിസിനസ്. ചാലയിൽ നമ്പർ 1 നമ്മുടെ തന്നെയാണ്. ഓക്കെ, നല്ല രീതിയിലൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇപ്പം കച്ചവടമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഓണത്തിൻ്റെ തിരക്ക് ഇപ്പോൾ ഈ മിഡിൽ ടൈം ആയതുകൊണ്ടാണ് ഈവനിങ് 4:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 വരെ ഉണ്ടാവും നൈറ്റ്. നമ്മുടെ ഷോപ്പും 10 ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാണ്. എന്തായാലും നല്ല രീതിയിലൊക്കെ തന്നെ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വഴിയോരത്ത് എവിടെ നോക്കിയാലും ഇപ്പോൾ പൂവിപണിയൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കച്ചവടം കൂടുതലായിട്ടും നടക്കുന്നത്. കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് അവരെ തിരക്കൊക്കെ കഴിഞ്ഞ ആളുകൾ ഇവിടെ എത്തുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ വാങ്ങുന്നുണ്ട്. സാധാരണ രീതിയിൽക്കാളും പൂക്കൾക്കൊക്കെ വില കുറവാണ്. വലിയ രീതിയിലുള്ള വിലക്കയറ്റമൊന്നും ഇല്ല എന്നാണ് ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ആളുകളൊക്കെ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേർന്ന് പൂക്കളമൊക്കെ വാങ്ങും. എന്നാൽ തിരുവനന്തപുരം സിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാം, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ ഓഫീസുകളൊക്കെ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവർ ഇവിടെ വന്ന് പൂക്കളൊക്കെ വാങ്ങുന്ന ഒരു ടൈം കൂടിയാണിത്. അപ്പോൾ നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.